യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ എന്താണെന്ന് രണ്ട് മനസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു ഉത്തരം നിങ്ങൾ തന്നെ ഈ വീഡിയോയിലൂടെ എനിക്ക് തരണം. നിങ്ങൾ അറിഞ്ഞ എൻ്റെ ചാനലിന് സംഭവിച്ച കാര്യങ്ങൾ. നിങ്ങൾ പുതിയതായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിന് പറ്റിയത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് കൂടി കാണിച്ചു തരാം. പക്ഷെ ഇന്നലെ വരെ കുഴപ്പമില്ല കേട്ടോ. ഇന്നലെ വരെ 3400 സംതിങ്ങോളമൊക്കെ വാച്ച് അവർ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഫുള്ളായി കമ്മിയായി കേട്ടോ. ഫുള്ളായി കമ്മിയായി എന്ന് പറഞ്ഞാൽ 500 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ ഞാൻ നമുക്ക് 4000 ആക്കിയതേ എന്തോ ഈ 1 ഇയർ കഴിഞ്ഞിട്ടാണ് ആയത്. അപ്പോൾ ഇനി പെട്ടെന്നൊരു ദിവസം ഇത്രയും വാച്ച് അവർ കമ്മിയാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അല്ലേ. അപ്പം അതെന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റായി അറിയില്ല. അപ്പോൾ ഞാൻ മോണിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കി. പിന്നെ അതൊക്കെ കുറേയായി. പക്ഷേ ഇതുവരെ ആ ഡിലീറ്റ് ആക്കിയ ശേഷമൊന്നും ഇത്ര വാച്ച് അവർ കമ്മിയായിട്ടില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇന്നലെ നോക്കുമ്പോൾ 3000 സംതിങ് ഉണ്ടായിരുന്നു, 3400. പെട്ടെന്ന് രാവിലെ എണിച്ച് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് 500 സംതിങ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോക്കായിട്ട്. സത്യം പറഞ്ഞാൽ അത് ആ ഒരു ടെൻഷൻ അനുഭവിച്ചവർക്ക് അതിൻ്റെ ഇതറിയുള്ളൂ. അല്ലാത്തവർ അതെന്താണ് നിസ്സാരമാക്കി വിടും. പക്ഷെ അതനുഭവിച്ച് വന്നവർക്ക് അതിൻ്റെ വേദനയും സങ്കടം അറിയുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി. ഞാൻ എന്തിനാ ഇനിയിപ്പോൾ ഈ 500 സംതിങ്ങിന് ഇനി ഈ 500 സംതിങ്ങിന് നമുക്ക് 4000 ആക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലേ. പിന്നെ ഫസ്റ്റ് ഇത് കണ്ടത് ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുകയാണ്, ഇനി എനിക്ക് വയ്യ. ഇത്രയും 1 ഇയർ ആയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതൊക്കെ തിരുത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന് പെട്ടെന്ന് അത് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ചാനലിന് സംഭവിക്കുക വാച്ച് അവറിന് വന്നപ്പോൾ ഭയങ്കര താങ്ങാനാവാത്ത സങ്കടമുണ്ട്. പക്ഷെ നിർത്താൻ തന്നെ ഞാൻ വിചാരിച്ചു. പിന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു എന്താണെന്നറിയില്ല. കുറേ പേര് എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്യും, അതേപോലെ കമൻറ്റ് ചെയ്യും. അവരിനെയൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നിർത്താൻ തോന്നില്ല. കാരണം നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരെന്തുണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കുക, വീഡിയോ ഇട്ട് സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ കാണുമ്പോഴല്ലേ ചിലപ്പോൾ നമുക്ക് അയ്യോ നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പൈസയ്ക്കുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാനും അതുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. കാരണം കുട്ടികൾ സ്കൂളിൽ പോകണം, പിന്നെ ഹസ്ബൻഡ് ഒരാൾ കൊണ്ടുവന്നിട്ട് നമുക്കത് കഴിയില്ല. അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് ഇതാവുമ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. പുറത്ത് പോയി വർക്ക് ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷൻസ് അല്ല. കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോൾ വീട്ടിലാൾ വേണം. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഞാനും തുടങ്ങിയത് തന്നെ. പക്ഷേ എൻ്റെ അടുത്ത് 2-3 പേര് പിന്നെ ചോദിച്ചു, നിങ്ങൾക്ക് വർക്കിന് പറ്റൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ വർക്കിന് പോകണമെന്നൊക്കെ ഉണ്ട് കേട്ടോ, താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ മോള് അംഗൻവാടി പോയി വേണം, പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ആൾ വേണം, പിന്നെ അവരിനെ കുറച്ച് നോക്കാം. അവർ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര കുസൃതിയും പിണക്കും ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ മോളൊന്നും സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന വരെ എവിടേക്കും പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. ഒരാളെ കൊണ്ടുവന്നിട്ട് നല്ലവർക്കും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടികളുടെ ഫീസ് കാര്യങ്ങൾ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. തുടങ്ങി ഒരു 1 ഇയർ ആവാത്ത മുന്നേ ഒരു 5-6 മാസം ആകുമ്പോഴേക്കും എനിക്ക് 1000 സബ്സ്ക്രൈബറായി. പിന്നെ അതേപോലെ വാച്ച് അവർ കൂടാൻ തുടങ്ങി. എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. പെട്ടെന്നാണ് ഇങ്ങനെ ഇന്നലെ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് രണ്ടും ഘട്ട മനസ്സാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആർക്കായൊരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഒന്നാമത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൻ്റെ പ്രശ്നം, സ്റ്റാൻഡിൻ്റെ
അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ ഇങ്ങനെ ഗ്രോ ആയി പോകുന്നതെന്ന് എനിക്കൊരു തോന്നാറുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ്. അപ്പോൾ എനിക്ക് പല വീഡിയോ എടുക്കാനും ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആയാലും അത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരാൾ നമുക്ക് ഫോണൊന്ന് പിടിക്കണം. അപ്പം നമുക്ക് ബാക്ക് ക്യാമറ വെച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ക്ലിയർ ഇല്ല. അപ്പം നമ്മൾ ഫ്രണ്ട് ക്യാമറ കൊണ്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഷോർട്സുകൾ കൂടുതലായി അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ അത്ര ക്ലിയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബാക്ക് ക്യാമറ നമുക്ക് ഒട്ടും ക്ലിയർ ഇല്ല. ഞാൻ 2-3 വീഡിയോസ് ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്കറിയാം. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ റെക്കമെൻഡേഷനിൽ വരുമ്പോൾ മറ്റുള്ളവൻ്റെ വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റിയും നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷെ നമ്മളുടെ വീഡിയോസ് ഡിമ്മായിരിക്കും. അപ്പം അത് കാണുമ്പോൾ തന്നെ ഇപ്പം നമ്മളായാലും ഞാനായാലും സപ്പോസ് അങ്ങനെ തന്നെയാണ്. നമ്മൾ യൂട്യൂബ് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ കണ്ടാൽ വേഗം നോക്കും. അതേപോലെ വ്യൂസ് ഉള്ള വീഡിയോ നോക്കും അല്ലേ. അല്ലാതെ എന്താ പറയുക, വ്യൂസ് കമ്മിയായിപ്പോൾ 1 വ്യൂസ് അല്ലെങ്കിൽ 5 വ്യൂസ് ഇത്രയേ ഉള്ളൂ, ക്ലാരിറ്റി കമ്മി. അപ്പം നമ്മൾ അതെന്ത് ചെയ്യും, സ്ക്രോൾ ചെയ്ത് വിടും. മിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തുടങ്ങിയ ശേഷം ഞാൻ പിന്നെ മനസ്സിലാക്കിയത് എന്നെപ്പോലെ പാവപ്പെട്ടവർ എന്താ പറയുക യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനം ആഗ്രഹിക്കുന്നവരാണ് അവരെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ പിന്നെ അധികം അവരുടെ വീഡിയോസാണ് ഞാൻ കാണാറ്. ചിലപ്പോൾ കമൻറ്റ് ചെയ്യാൻ നടക്കും, ഓർമ്മയുണ്ടാവില്ല, അങ്ങനെ കണ്ടും കൊണ്ട് പോകുമ്പോൾ. പക്ഷെ ഞാൻ അവൻ്റെയാണ് ഇപ്പം കൂടുതലായി കാണുന്നത്. കാരണം അവർ എത്ര ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കണം. പലവരുടെയും പല അഭിപ്രായങ്ങൾ കേൾക്കും. എത്ര ബാഡ് കമൻറ്റുകളായാലും ശരി എല്ലാം കേൾക്കും. എന്നിട്ടും അവർ മുന്നോട്ട് പോയി അവരൊരു വരുമാനം കിട്ടുമ്പോൾ അവർക്ക് ആ ഒരു സന്തോഷമില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനും അതേപോലെ 4000 വാച്ച് ടൈമായപ്പോൾ ഭയങ്കര 3000 സംതിങ് ആയപ്പോൾ 3000 കടന്നപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിച്ചു, അഹങ്കരിച്ചു കേട്ടോ. സത്യം ഞാൻ പറയാം. പക്ഷെ അതൊരു നിമിഷം കൊണ്ട് ഇല്ലാതായി. പിന്നെ ഞാൻ ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഫോണ് നമുക്ക് വാങ്ങാനുള്ള ബഡ്ജറ്റ് അതേപോലെ അതിനുള്ളതില്ല. ഈ ഫോൺ വെച്ചിട്ട് തന്നെയാണെങ്കിലും ഒരാഗ്രഹമുണ്ട്, ഒരു സ്റ്റാൻഡെങ്കിലും വാങ്ങണം കേട്ടോ നമുക്ക്. കാരണം അതില്ലാണ്ട് നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഒരു കൈ വെച്ചിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോ ആയാലും എന്തെങ്കിലും ബാക്ക് ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൈ വെച്ച് ഇങ്ങനെ നമുക്ക് നീക്കിക്കൊണ്ടുപോകും. അത് ഫ്രണ്ട് ക്യാമറ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും പറ്റില്ല. അത് എന്താ പറയുക, അത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരിക്കലും പറ്റില്ല. പക്ഷെ ചിലവിൻ്റെ വീഡിയോസൊക്കെ ഒരു ദിവസം കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് വൈറലാവില്ലേ. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ആളുള്ള കാരണമാണല്ലോ എനിക്ക് 3000 സബൊക്കെ ആയത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞങ്ങൾക്ക് ആളില്ല എന്ന് പറയില്ല. പക്ഷെ എൻ്റെ വീഡിയോസിൽ ക്ലാരിറ്റി അതേപോലെ കണ്ടന്റ് ഒക്കെ കുറവായത് കൊണ്ടായിരിക്കാം നമ്മൾ അധികം വ്യൂസ് പോകാത്തത്. അപ്പോൾ റീച്ച് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യാത്തത്. എനിക്ക് തോന്നിയത് ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. അപ്പോൾ എനിക്കതിൽ തോന്നിയത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഫോണിൻ്റെ കുഴപ്പം, ക്ലാരിറ്റി ഇല്ല. ഞാൻ ഫസ്റ്റേ പറഞ്ഞല്ലോ, ക്ലാരിറ്റി ഉള്ള വീഡിയോസാണ് ഓഡിയൻസ് കൂടുതൽ കാണുള്ളൂ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കണം നമ്മുടെ വീഡിയോസ് കാണുന്നത്. അല്ലാതെ ഒരിക്കലും യൂട്യൂബിൽ റെക്കമെൻഡേഷൻ പോയ വീഡിയോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവർ നോക്കില്ല. തമ്പലൈൻ അതേപോലെ ഫ്രണ്ടിൽ നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം അവർ കാണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്ക് 2 തെറ്റുകളും എനിക്ക് മനസ്സിലായി. ഒന്നാമത് ഫോണിൻ്റെ, പിന്നെ ഒന്നാമത് നമ്മ സ്റ്റാൻഡ് സ്വന്തമായി ചെയ്യണമെങ്കിൽ അത് 2 കൽപ്പിച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ 2 വേണമെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. അല്ലാതെ എൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഈ കൈ വെച്ച് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. അതേപോലെ വീഡിയോ റീച്ച് ആവാനും ചാൻസ് കമ്മിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് കണ്ടന്റ് പറഞ്ഞാൽ കുറേ എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മക്കളുണ്ടല്ലോ മക്കളെ വെച്ച് എടുത്തൂടെ എന്ന് പറഞ്ഞു. പക്ഷേ മക്കൾ നമ്മ പറയണത് പറഞ്ഞു കൊടുത്താൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ചെയ്യും. പക്ഷെ അവര് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടുന്ന കുട്ടികളാണ്. അവര് വികൃതിയുള്ള കുട്ടികളാണ്. എല്ലാ കുട്ടികളും അങ്ങനെയാണ്. പക്ഷെ എന്നാലും പറഞ്ഞ അവർക്ക് എന്താ പറയാ,
അറിയില്ല. പിന്നെ ഈ പാറൂസ് നമ്മൾ പറയുന്നത് കുറച്ചെങ്കിലും മനസ്സിലാക്കും. എന്തായാലും ഞാൻ ഇനി ചെയ്യണോ വേണ്ടിയോ എന്ന് ഇതിൽ നിൽക്കുകയാണ്, രണ്ട് മനസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളിതാക്കില്ല, കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കില്ല. അപ്പം ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലോ, പെട്ടെന്ന് 3000 സംതിങ്ങിന്ന് 500 എന്ന് പറയുമ്പോൾ അങ്ങനെ ഫേക്കാണ്, റീച്ചിന് വേണ്ടിയാണ്, വ്യൂസിന് വേണ്ടിയാണെന്നൊക്കെ എല്ലാവരും പറയായിരിക്കും. പക്ഷെ ഞാൻ സത്യമായിട്ട് കാണിച്ചു തരാം. അതാണ് സംഭവം. ഭയങ്കര എന്താ പറയുക, എനിക്ക് സങ്കടമായ ഒരു ദിവസമാണിന്ന്. ഞാൻ ഇപ്പോഴും ജോലികളൊന്നും നേരെ ചെയ്തിട്ടില്ല, അതേ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ പിന്നെ ഒരു കാര്യം, ലൈവ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ നാണക്കേട് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, എന്നെ പോലെ സ്ക്രീൻ ക്ലാസ് ലൈവ് ചെയ്യാതിരിക്കുക. പിന്നെ അവനവൻ്റെ വീഡിയോസ് ഇടുക, മറ്റുള്ളവരുടെ വീഡിയോസ് യൂട്യൂബിൽ ഇടാതിരിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയവർ, എനിക്ക് തെറ്റിയ പറ്റ് നിങ്ങൾക്ക് ഒരിക്കലും പറ്റാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷെ ഈ പാതി വഴിയിൽ നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയില്ലേ രണ്ടും. പക്ഷെ കുറച്ച് പേരൊക്കെ എന്നെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ശരിയാവും ചേച്ചി, ഞങ്ങളൊക്കെ ഇല്ലേ സപ്പോർട്ട് ചെയ്യാൻ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, കൂടുതൽ പറയുന്നെങ്കിൽ സങ്കടം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ വാച്ച് അവർ. ഇതാണ് എൻ്റെ 2 ദിവസം മുന്നേ വരെയുള്ള വാച്ച് അവർ വന്നിട്ട്. ഇനി ഇപ്പോഴത്തെ കാണിച്ചു തരാം. കണ്ടില്ലേ, 552 ഒരു ദിവസം കൊണ്ടായത്. കണ്ടില്ലേ, ഒരു ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും വാച്ച് അവറാണ് കുറഞ്ഞിരിക്കണം. അപ്പോൾ ഇനി എന്താ പറയുക, യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ എന്താണെന്ന് 2 മനസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു ഉത്തരം നിങ്ങൾ തന്നെ ഈ വീഡിയോയിലൂടെ എനിക്ക് തരണം. ഈ വീഡിയോയുടെ റിസൾട്ട് പോലെ ഇരിക്കും ഇനി എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബൈ.